നീ ഇവിടെ എല്ലാം പറയാം. നീ ഗൾഫിലാണെന്നാണ് ഞാൻ കേട്ടിരുന്നത്. ആയിരുന്നു. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നു? ആരെങ്കിലും കണ്ട? എനിക്കല്ലേ കുഴപ്പം. പോലീസിന്റെ കയ്യിൽപ്പെട്ടാൽ കൊല്ലും കൊലയും അടക്കം എത്രയോ കുറ്റങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം. എനിക്ക് സാറിനോട് അല്പം സംസാരിക്കാനുണ്ട്, സ്വകാര്യമായിട്ട്. പറഞ്ഞോളൂ, എന്താന്ന് വെച്ചാൽ. വീട്ടുകാരെല്ലാം ഉറങ്ങുകയാണ് മേലെ. മിസ്റ്റർ വിൻസെന്റ് ആണ് എന്നെ ഇങ്ങോട്ടായിരുന്നത്. അദ്ദേഹം മദ്രാസിലും തൂത്തുക്കുടിയിലും ഇറക്കിയിട്ടിരിക്കുന്ന 10 കണക്കിന് സിമന്റുകൾ വിറ്റഴിക്കാൻ സാറിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് സഹായം? ആ സിമന്റ് ഇല്ലാത്തൊരു ധർമ്മസ്ഥാപനത്തിന്റെ പേരിൽ വന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ആ കാര്യം എൻഫോഴ്സ്മെന്റുകാരെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങൾ 2 പ്രാവശ്യം പണം വാങ്ങിയില്ലേ? ഇനിയും ആവശ്യപ്പെട്ടില്ലേ പണം? അതിൽ നീ ഇടപെടണ്ട. എടോ ചാക്കോച്ച, ആ കണക്ക് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അരുത്, അരുത് സത്യരാജ്. ചാക്കോച്ച, സാറിന്റെ പെട്രോൾ ബങ്കിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അക്കൗണ്ട്സ് മുഴുവൻ സെറ്റിൽ ചെയ്തോ? മുഴുവൻ കണക്കും തീർത്തു. നിന്നെ ഇപ്പൊ തന്നെ കൊണ്ടുവിടും. അവർ ക്ലിയറൻസ് കിട്ടിയ ഉടൻ തന്നെ പുറപ്പെടും. സ്രാങ്ക് നമ്മുടെ ആളാണ്. ബോംബെയിൽ പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശരി ശരി, ഓക്കെ. ഡാഡി മദ്രാസ് കോൾ കിട്ടിയോ? അവിടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ ആ സിമന്റ്. അതൊന്നും നീ ഇപ്പൊ അന്വേഷിക്കണ്ട. പോയി കിടന്ന് തുടങ്ങ്. ചെല്ലേ. ചേട്ടാ, എന്റെ കൂട്ടുകാരൻ പോയി എന്നെ വിട്ടേച്ച്. എവിടെയാണ്? വരൂ. അകത്തേക്ക് കിടക്കണ്ട, ഇവിടെ നിന്ന് കണ്ടോളൂ. എനിക്ക് വീട്ടുകാരിന്ന് കാണേണ്ടിയിരുന്നു. ഞാനിവരുടെ അകത്ത് മൊഴിയെടുക്കുകയാണ്. അയാൾ തന്നെയാണോ കാർ ഓടിച്ചത്? അതെ. ആ മനുഷ്യ കണ്ടതിന് തിരിച്ചറിയൂ? പ്രത്യേക അടയാളം വല്ലതും? നല്ല ഉയരം, ഒത്ത തടിയായിട്ട്. ശരി, സാറ് മാത്രം നിൽക്കുള്ളൂ. നിങ്ങളുടെ വീടിന്റെ ഏത് ഭാഗത്ത് നിന്നാ കണ്ടത്? മാളികയിൽ ഞാൻ കിടക്കുന്ന മുറിയുടെ ജനാലയിൽ കൂടി. നിങ്ങളുടെ കമ്മീഷണർ വന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു സാർ. DIG വിളിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഈ സമയം വരെ ആ ബോഡി പോസ്റ്റ്മോർട്ടം അയക്കാൻ കഴിഞ്ഞില്ല അല്ലേ? സാർ, അവിടെ ഇൻക്വസ്റ്റ് ഇൻഎഫിഷ്യൻസ് എന്ന് പറയൂ. എവിടെ വെട്ടിക്കൊന്നാലും ചുട്ടുകരിച്ചാലും ഒരു പരിപാടിക്ക് എത്തുന്ന കൗതുകത്തിലാണ് നാട്ടുകാരും പത്രക്കാരും ഓടിക്കൂടുക. ആ ടാക്സിന്റെ വരെ ക്വസ്റ്റ്യൻ ചെയ്തോ? സാർ, ഇന്ന് പുലർച്ചെ ആ കാറ് കണ്ടു കിട്ടുമ്പോൾ ഡ്രൈവർക്ക് ബോധമില്ലായിരുന്നു. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ബാലു ആണ് വണ്ടി കസ്റ്റഡിയിലെടുത്തത്. ഡ്രൈവറെയും അയാൾ കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നൊരു വിവരവും. ഏത് ബാലു? കരടി. സോറി സാർ, റൂറൽ CI ബൽറാം. പോലീസ് ഓഫീസർ ആണെങ്കിലും ഹീസ് എ റെക്ലെസ് ബ്രൂട്ട്. ആ ഡ്രൈവറെ ഇടിച്ചു കൊല്ലുമോന്നാ എന്റെ പേര്. ഡോണ്ട് ബി സില്ലി അസീസ്. സാർ, എനിക്ക് ബാലുവിനോട് പേഴ്സണൽ കിറ്റുണ്ടായിട്ട് പറയുന്നതല്ല. സാറിന് അറിയാമല്ലോ, സസ്പെൻഷൻ കഴിഞ്ഞ് അയാൾ സർവീസിൽ കയറിയിട്ട് 6 മാസമായിട്ടില്ല. അതിനിടയ്ക്ക് കൊല്ലത്തും കോട്ടയത്തും പാലക്കാട്ടും ഒക്കെ മുഖം കാണിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ആൾ വേർ പണിഷ്മെന്റ് ട്രാൻസ്ഫേഴ്സ്. കുടിയും വഴക്കം തന്നെ കാരണം. വിളിക്കുവേണേ.
സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലും ഞാൻ പലതവണ ട്രൈ ചെയ്തതാണ്, കിട്ടിയില്ല. ഒളിവിൽ പോയ പ്രതിയേക്കാൾ കഷ്ടം ഈ പോലീസ് ഓഫീസറെ കണ്ടുപിടിക്കാനാ. ഫ്രാങ്ക് ഫോൺ ചെയ്തോ? ഉവ്വ്. രാത്രി 8 മണിക്ക് ഒരു പുറങ്ങടലിലെത്തും. ഇരുട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അതുവരെ ഞാനിവിടെ. എനിക്ക് ഭ്രാന്ത് പിടിക്കും. വെസൽ ബ്രോക്കർ പറഞ്ഞ ഒരാളോട് വന്നിട്ടുണ്ട്, നിങ്ങളെ കാണാൻ. പാസ്പോർട്ടിന്റെ കാര്യത്തിനാണെന്നാ പറഞ്ഞത്. പാസ്പോർട്ട് ബോംബെയിൽ ശരിയാക്കിയെന്നല്ലേ? ശരി, ആരോ വിളിക്കും. നിങ്ങളാരാ? ഇൻസ്പെക്ടർ ബൽറാം. ഇവനെ ഇങ്ങോട്ട് കയറ്റൂ. ഇല്ല, ഇവരെ ചോദ്യം ചെയ്താൽ ഞാൻ വിട്ടുകൊടുക്കൂ. നോ, ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്കാണ്. ഡോണ്ട് ആർഗ്യൂ. കം ഓൺ. വാ 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 വാ. മോൻ അപ്പൂപ്പനെ മറന്നോടാ? ഓർക്കാനീ അപ്പൂപ്പനെ അവനെങ്ങനെ കാണാറില്ലല്ലോ.
അത് നീ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ മോളെ. ഇന്നാ മോഹമില്ലാഞ്ഞിട്ടല്ല, അടുത്താണോ എന്നും വന്ന് കാണാൻ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു കൊല നടന്നു അറിഞ്ഞപ്പോ പെട്ടെന്ന് പുറപ്പെട്ടു വന്നതാ. മരിച്ച ആളിനെ അച്ഛൻ അറിയായിരുന്നോ? സർക്കാർ കോൺട്രാക്ടർമാർക്ക് സിമന്റ് കച്ചവടക്കാരെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത് നടന്ന ഒരു ഇടപാടിൽ നല്ലൊരു തുക അയാൾ എനിക്ക് തരാനുണ്ട്. ലക്ഷ്യമൊന്നുമില്ല. ജയനെ കണ്ട ഒരു വഴി ആലോചിക്കണം. അച്ഛന് കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? ഇല്ല 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 ഇല്ല. മോനെ നോക്കാൻ ഞാൻ അയച്ച പയ്യനെ നീ എന്താ തിരിച്ചയച്ചത്? ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് അന്യരെ അറിയിക്കണ്ടെന്ന് കരുതി. വഴക്കോ? മകളുടെ ക്ഷേമം അന്വേഷിക്കാനല്ലല്ലോ അച്ഛൻ വന്നത്, വക്കീലിനെ കാണാനല്ലേ. മരുമകൻ ഓഫീസിലുണ്ട്. ഒരു സാധാരണ കുറ്റവാളിയല്ല സത്യരാജ്. ഹീസ് എൻ ഇന്റർനാഷണൽ ക്രിമിനൽ. എങ്ങനെ വാദിച്ചാലും ജാമ്യം കിട്ടില്ല. ഞാൻ പറഞ്ഞ വഴി ഒന്ന് ആലോചിച്ച് നോക്കൂ. പണം എത്ര വേണമെങ്കിലും കൊടുക്കാം. ജഡ്ജിയെ സ്വാധീനിക്കാൻ നടക്കില്ല മിസ്റ്റർ വിൻസെന്റ്. നിങ്ങൾ ചെയ്യേണ്ടത്, പറയൂ. കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് CA രവിക്കാൻ FIR-ലും ഇൻക്വസ്റ്റിലും പ്രതിയെ ഫേവർ ചെയ്യുന്ന വിധത്തിൽ എഴുതണം. പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പിടിക്കേണ്ടത് സാക്ഷികളെയാണ്. പണം കൊടുത്തോ പ്രലോഭിപ്പിച്ചോ നടന്നില്ലെങ്കിൽ അത് ഭീഷണിപ്പെടുത്തിയിട്ടെങ്കിൽ ഞാൻ ചെയ്യാം. എങ്കിൽ ഈ കേസിൽ സത്യരാജിനെ ശിക്ഷിക്കില്ല. അക്കാര്യം ഞാൻ ഏറ്റു. നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമല്ലോ. നമുക്ക് അവിടെ വെച്ച് കാണാം.
തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് അകന്ന് യഥാർത്ഥ കുറ്റവാളി നമുക്കിടയിൽ തന്നെ എവിടെയോ ജീവിക്കുന്നു എന്നോർക്കുമ്പോൾ കോടതിക്ക് ദുഃഖമുണ്ട്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സത്യരാജ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി അയാളെ നിരവാധികം വിട്ടയക്കുകയാണ്. എന്നാൽ പ്രമാദമായ മറ്റു ചില കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയായത് കാരണം ഈ വ്യക്തിയെ വിട്ടയക്കരുതെന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് സത്യരാജിനെ റിമാൻഡിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടുന്നു. എടോ, തനിക്കല്ലേ ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ്? ബാലു, നല്ല തന്തയ്ക്ക് പറഞ്ഞ പോലീസുകാരായിരുന്ന FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയിരിക്കും. അതൊരിക്കലും ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആവില്ല. താനെന്നെ പ്രതിക്ക് ഫേവർ ചെയ്യുന്ന തന്റെ ഇൻക്വസ്റ്റ് മറ്റുള്ള മിസ്റ്റർ ബൽറാം, ദിസ് ഇസ് ടു മച്ച്. ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നാണക്കുണ്ടാക്കുന്നതാണ് ഈ സംഭവം. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു, സർ. ഒരു കൊല നടത്തി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം പിടിച്ചു കൊടുത്തിട്ടും ആ കേസ് തെളിവില്ലാതെ പോയില്ലേ? കൊലക്കേസല്ല ഇവിടെ അന്വേഷിക്കുന്നത്. കോടതി വളപ്പിൽ നിങ്ങൾ കാണിച്ച പോക്കറ്റമാണ്. അതിന്റെ കാരണമാണ് സാർ ഞാൻ പറഞ്ഞു വന്നത്. ആ കേസിനെ പറ്റി ആ CIയോട് ഞാനൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ. കൂട്ട എന്നൊരു വാക്ക് ഉപയോഗിച്ചത് ശരിയാണ്. അതത്ര മോശപ്പെട്ട വാക്കാണോ സാർ? പുളിച്ച എന്നാണ് അർത്ഥം. നോൺസെൻസ്. എന്നെ ഭാഷ പഠിപ്പിക്കാനല്ല തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് യൂണിഫോമിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറെ ഇയാൾ എന്തിനു തല്ലി? ഞാൻ തല്ലിയില്ല. പിന്നെ എന്താ മിസ്റ്റർ അവിടെ സംഭവിച്ചത്? പറയണം. ഞാൻ തല്ലിയതല്ല, എന്നെ കൂടെ തല്ലിച്ചതാ. എന്താണോ? ഇപ്പൊ സാർ എന്നെ തല്ലിയെന്തിനാ? കോടതി പിടിച്ചേനല്ലേ? ഞാനും അതിന് തന്നെ തല്ലിയത്. ആണായാലും ആരായാലും തല്ലിപ്പോകും സാറേ. ഇത്രേ അവിടെ നടന്നുള്ളൂ. അല്ലാതെ ഇനഫ്. ഇപ്പോഴിവിടെ കാണിച്ച ഗിമിക് നിങ്ങളുടെ ഇന്നസെന്റ് തെളിയിക്കാനാണെങ്കിൽ നോ മിസ്റ്റർ ബൽറാം, യു ആർ സസ്പെൻഡഡ്. യു കെൻ ഗോ. ഇപ്പൊ സാറിന് ബോധ്യമായില്ലേ? ഹീസ് എൻ ഔട്ട്സ്പോക്കൺ ആൻഡ് എക്സെൻട്രിക്. യെസ്, ലൈക്ക് ജനറൽ പാറ്റേൺ, എ ഹെഡേക്ക് ടു ഹിസ് സുപ്പീരിയേഴ്സ്. ഈ ജാതിയെ സർവീസിൽ ഇരുത്തുന്നതാണ് സാർ തെറ്റ്. എക്സ്ക്യൂസ് മീ സാർ, ഈ ബലറാമിനെ എനിക്ക് നേരത്തെ അറിയാം. ഇതായിരുന്നില്ല അയാളുടെ സ്വഭാവം. ആർ യു ട്രൈയിങ് ടു ഡിഫെൻഡ് ഹിം? അവനെ ഒരു എക്സെൻട്രിക് ആക്കിയതിൽ വലിയൊരു പങ്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സാർ. അലക്സ്. യെസ് സാർ, ഹീസ് ആൻ ഔട്ട് സ്പോക്കൻ. ആരോടും വെട്ടി തുറന്നു പറയും. എന്നിട്ടും സാറിന് അറിയാമല്ലോ, മറ്റുള്ളവരെ രക്ഷിക്കാൻ പലതും അവന് ഉള്ളിലൊതുക്കി കഴിയുന്നു. ആ കഥയൊന്നും ഇപ്പൊ പറയണ്ട. കൂടുതൽ തകർക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പത്രക്കാരടക്കം മറ്റു പലരുടെയും മുമ്പിൽ വെച്ച് അവൻ കാണിച്ച തോന്നിയാസം നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാനും. ഹി മസ്റ്റ് ബി പണിഷ്ഡ്. ശിക്ഷ എന്തെന്ന് സാറ് തീരുമാനിക്കണം.